നമസ്കാരം. നമ്മുടെ കേരളത്തിൽ പാവപ്പെട്ടവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ? സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? പാവപ്പെട്ടവരുടെയും അവശരുടെയും നിർമ്മാണ തൊഴിലാളികളുടെയും പെൻഷനുകൾ മാസങ്ങളായി മുടങ്ങിയിട്ട്. ചില പെൻഷൻ മുടങ്ങിയിട്ട് വർഷം ഒന്നായി. എന്ത് ചെയ്യാനാ, സർക്കാരിന്റെ പക്കൽ പണമില്ലാത്തത് കൊണ്ടല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കേരളം കടന്നു പോകുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്താണ് വഴി? അതിനല്ലേ നമ്മുടെ പിണറായി സർക്കാർ. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്ന പേരിൽ പുതിയൊരു തന്ത്രവുമായി പിണറായി സർക്കാർ എത്തിയിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ? സർക്കാർ സേവനങ്ങൾക്കുള്ള ഫീസുകൾ ഉടൻ വർദ്ധിപ്പിക്കും. എല്ലാതര സേവനങ്ങൾക്കും ഫീസുകൾ കൂട്ടാൻ ധനവകുപ്പ് മറ്റ് വകുപ്പുകൾക്ക് അനുമതി നൽകി. ജൂലൈ 26 മുൻപ് അതത് വകുപ്പുകൾ ഉത്തരവിറക്കാനും ആവശ്യപ്പെട്ടു. സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നതിനിടെ വരുമാനം കൂട്ടാൻ മന്ത്രിസഭ തീരുമാനം എടുത്തിരുന്നു. ഇത് പ്രകാരമാണ് തീരുമാനം. വിദ്യാർത്ഥികളെയും പട്ടികജാതി വർഗ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഫീസുകൾ കൂട്ടരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റിനങ്ങളിൽ ഏതിനൊക്കെ എത്ര കൂട്ടണമെന്ന് അതത് വകുപ്പ് മേധാവികൾക്ക് തീരുമാനിക്കാം. വകുപ്പുകളുടെ ഉത്തരവുകൾ ഇറങ്ങിയാലേ അധിക ബാധ്യത വ്യക്തമാകൂ. 6 മാസത്തിനകം ഏതിനും വർധന വരുത്താം. പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ സഹായധനത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഫീസുകൾ കൂട്ടണം. സാധാരണയായി നികുതിതര വരുമാനം കൂട്ടാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിലാണ് പ്രഖ്യാപിക്കുക. ഇത്തവണ നികുതിതര ഇനങ്ങളിൽ കോടതി ഫീസും മോട്ടോർ വാഹന വകുപ്പിന്റെ ചില ഫീസുകളും മാത്രമാണ് കൂട്ടിയത്. അതിനു പകരം മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്താണ് കൂട്ടുന്നത്. കേന്ദ്രത്തെ പഴിച്ചിരുന്നാൽ ജനം തിരിയുമെന്ന് സർക്കാരിന് ബോധ്യം വന്നതോടെയാണ് കുടിശ്ശികയും മറ്റ് തീർക്കാനായി ജനങ്ങളെ പിഴുങ്ങി പണമുണ്ടാക്കാൻ സർക്കാർ പുതിയ പദ്ധതിയിടുന്നത്. അതേസമയം കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്ന് വീണ്ടും സർക്കാർ തന്നെ പറയുമ്പോഴും എന്തുദ്ദേശിച്ചാണ് സർക്കാർ വീണ്ടും കോടികൾ മുടക്കി കേരളീയം പരിപാടി നടത്താൻ പോകുന്നത്? അടുത്തിടെ ഏറെ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വഴിവെച്ച ഒരു പരിപാടിയായിരുന്നു സംസ്ഥാന സർക്കാർ കോടികൾ പൊട്ടിച്ച് നടത്തിയ കേരളീയം എന്ന പേരിട്ടിരിക്കുന്ന ഈ പരിപാടി. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നതിനിടെയാണ് ഈ പരിപാടി വീണ്ടും നടത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നത്. കേരളത്തിന്റെ വികസന നേട്ടങ്ങളും മാതൃകയും ആഗോളതലത്തിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഈ കേരളീയം. കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു പരിപാടി നടത്തിയത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെ അണിനിരത്തി ഒരാഴ്ച നീണ്ടുനിന്ന പരിപാടികൾക്ക് സർക്കാർ കോടികളാണ് ചെലവാക്കിയത്. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയാണ്. 7 കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിലും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം വൈകിയ വേളയിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നതെന്ന് സംസ്ഥാന സർക്കാർ സമ്മതിച്ചിരുന്നു. പിന്നെ എന്തുദ്ദേശിച്ചാണ് ഈ പരിപാടി നടത്താനുള്ള സർക്കാർ നീക്കം? കഷ്ടപ്പെട്ട് കഴിയുന്ന ജനങ്ങളെ പിഴിയുന്നതിന് പകരം ഖജനാവിലുള്ള പണം പിണറായി സർക്കാർ ദൂർത്തടിക്കാതെ ഒന്ന് സൂക്ഷിച്ചാൽ മതിയല്ലോ എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.